ജയശങ്കറിലേക്ക് പോകാം. ശ്രീ സിദ്ദിഖ്, ആദ്യം പുതിയ ചുമതല കിട്ടിയതിൽ എല്ലാ അഭിനന്ദനങ്ങളും. താങ്കൾ ഈ സ്ഥാനലബ്ധി എങ്ങനെയാണ് കാണുന്നത്? താങ്കളെ ഈ ചുമതല അർപ്പിച്ച നേതാക്കന്മാർ പ്രധാനമായും ആരാണെന്നാണ് കരുതുന്നത്? താങ്കൾക്ക് ഇത്തരമൊരു ചുമതല നൽകുമ്പോൾ അതിന് കേന്ദ്ര കാരണമായ മാനദണ്ഡം എന്ത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭത്തിലാണ് കോഴിക്കോട് പോലെയുള്ള മലബാറിൻ്റെ സ്ഥിരാകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ ഈറ്റില്ലമായിരുന്ന കോഴിക്കോട് ജില്ലയുടെ ചുമതലയേൽക്കുന്നത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ്. തീർച്ചയായും ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അതിജീവിക്കാനും പാർട്ടി പ്രവർത്തകന്മാരുടെ നീണ്ട നിരയുള്ള കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായും അതിന് സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒന്ന്, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ്. രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാമതൊരു മുന്നണിയുടെ ആവിർഭാവമുണ്ട്. IS അടക്കം തീവ്ര മുസ്ലിം വർഗീയ സംഘടനകളുടെ കടന്നുകയറ്റം കോഴിക്കോട് കുറ്റ്യാടിയിലാണ് രണ്ടുപേരുടെ അറസ്റ്റ് പോലും നടന്നിട്ടുള്ളത്. RSSൻ്റെയും BJPയുടെയും കടന്നുകയറ്റമുണ്ട്. സ്വാഭാവികമായും ഇതിനൊക്കെ നേരിടാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും എതിരായിട്ട് പ്രവർത്തകന്മാരെ സജ്ജമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള എല്ലാവിധ പിന്തുണയും കരുത്തും ഈ പാർട്ടിക്ക് എല്ലാ തരത്തിൽ നിന്നും ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന്, ജനബന്ധ രാഷ്ട്രീയം. രണ്ട്, സംഘടനാപരമായിട്ടുള്ള അടിത്തറ. ഇത് രണ്ടും വിപുലപ്പെടുത്താൻ ആവശ്യമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും. അതിന് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സമീപനം തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ കൂടിയാലോചനകൾ കോൺഗ്രസിൻ്റെ നേതൃത്വവും പ്രവർത്തകരുമായി ആലോചിച്ചുകൊണ്ട് അതിനാവശ്യമായ സമീപനം സ്വീകരിക്കും. രണ്ടാമത് ശ്രീ വേണു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ നിയമനം നൽകിയത് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാവരുടെയും ഒരു 90% വരുന്ന ആളുകളുടെ പിന്തുണ കോഴിക്കോടിൻ്റെ DCC പ്രസിഡൻഷിപ്പിൻ്റെ കാര്യം വന്ന സന്ദർഭത്തിൽ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഒരു വലിയ മുൻഗണന എനിക്ക് കിട്ടിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ DCC പ്രസിഡന്റ് ആവാൻ യോഗ്യരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവർ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ സാഹചര്യത്തിലുള്ളതായിരിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും പരസ്പരം ആലോചിച്ചും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്വവും ഗൗരവവും ഈ കാര്യത്തിൽ ഉണ്ട് എന്നാണ്. ശരി, സിദ്ദിഖിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ടെലിഫോൺ ലൈനിൽ. ശ്രീ കൊടിക്കുന്നിൽ, ഈ 14 ഒരു പുതിയ നേതൃനിരയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ സ്വഭാവം എന്താണെന്നാണ് അതിൻ്റെ രൂപീകരണ ഘട്ടങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്ത് സന്ദേശം ഇതുവഴി പാർട്ടിക്കും സംസ്ഥാനത്തെ ജനങ്ങൾക്കും നിങ്ങൾ നൽകുന്നു എന്നാണ്? അല്ല, ഇതിന്റെ രൂപീകരണ ഘട്ടത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ DCCയുടെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയില് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല. കാരണം അത് തെറ്റിദ്ധാരണ വരും. കാരണം ഈ ആകാത്തവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ശ്രീ കൊടിക്കുന്നിൽ, ഈ MP എന്ന നിലയിൽ MP-മാരുടെ അടക്കം അഭിപ്രായങ്ങളും തേടുകയുണ്ടായില്ലേ ഹൈക്കമാൻഡ്? അല്ല, രാഷ്ട്രീയകാര്യ സമിതിയുടെ അഭിപ്രായങ്ങളാണ് ഹൈക്കമാൻഡ് തേടിയത്. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അവരുടേതായ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡ് നൽകിയിരുന്നു. പിന്നെ അതുകൂടാതെ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള നേതാക്കന്മാർ പല നിർദ്ദേശങ്ങളും ഹൈക്കമാൻഡ് കൊടുത്തിരുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ട് ഹൈക്കമാൻഡിന്റെ ഒരു ബാലൻസ് ചെയ്ത ഒരു ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു അഭിപ്രായങ്ങൾ എടുത്തിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയിരുന്നു. അതനുസരിച്ച് പിന്നെ അത് പ്രോസസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ, ഇവിടുന്ന് നേതാക്കന്മാർ യോജിച്ച് ഒരു ലിസ്റ്റാണ് കൊടുത്തിരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം? എനിക്ക് തോന്നുന്നു ഒരു 6 പേരൊഴികെ ഇപ്പോൾ ഈ 14 ജില്ലകളിലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെ നിയോഗിക്കപ്പെടുമായിരുന്നു. ഞാൻ പറയാം, ഞാനത് ഒന്നുകൂടെ എൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ, അത് ശരിയാണെന്നില്ല. ഒരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് സനൽ നെയ്യാറ്റിൻകര
അപ്പോൾ ഇങ്ങനെ യോജിച്ചൊരു ലിസ്റ്റ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വരണമെന്നില്ല. പിന്നെ ഹക്കീം കാസർഗോഡ് നിന്ന് വരുന്നത് വേണമെങ്കിൽ അപ്രതീക്ഷിതമെന്ന് പറയാം. പിന്നീട് വിനോദ്, ഇബ്രാഹിം കുട്ടി, വി പ്രകാശ്, അവരൊക്കെ ഒഴിച്ചാൽ ബാക്കി ഇപ്പോൾ ഈ 14 ബാക്കിയുള്ളവരെല്ലാം യോജിച്ചൊരു ലിസ്റ്റ് വന്നാൽ വരുന്നതായിരുന്നു എന്ന് കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ബിന്ദു കൃഷ്ണ ഒന്നിൽ തിരുവനന്തപുരത്തായനെയും അല്ല കൊല്ലത്തായനെയും ഇപ്പോൾ കൊല്ലത്തായി. ശരി, ശ്രീ കൊടിക്കുന്നിൽ അതിനുള്ള മറുപടി കൂടി. അല്ല, ഇത് ഹൈക്കമാൻഡ് എല്ലാ വശവും പരിശോധിച്ചാണല്ലോ തീരുമാനം എടുക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഹൈക്കമാൻഡ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിൽ ഒരു ലീഡർഷിപ്പ് ജില്ലാ തലത്തിൽ ഉണ്ടാകണം. അതിന് നിലവിലുള്ള ആളുകൾ എല്ലാവരും മാറണം എന്നുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 14 പേര് ഹൈക്കമാൻഡ് കണ്ടെത്തിയത്. എക്സർസൈസ് നടത്തി സീനിയർ ലീഡേഴ്സിന്റെ അഭിപ്രായങ്ങൾ തേടി, രാഷ്ട്രീയകാര്യത്തിന്റെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ എഴുതി വാങ്ങി. ശരി, എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് വേണം. അതിന് തൊട്ടു മുമ്പ് ശ്രീ കൊടിക്കുന്നിൽ, ശ്രീ സണ്ണിക്കുടി പ്രധാന താങ്കളുടെ ഒരു ചോദ്യമുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ ചോദിക്കട്ടെ. പിന്നെ ഞാൻ ഈ 14 പേര് എല്ലാം മിടുക്കന്മാരായ ആളുകളാണ്. ഈ 3 നേതാക്കൾ സുധീരൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഈ 3 പേര് യോജിച്ച് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഹൈക്കമാൻഡ് പറയുന്നു പുതുമുഖങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതിനപ്പുറത്ത് എന്ത് വിലയിരുത്തൽ, എന്ത് മികവ് നോക്കലാണ് ഹൈക്കമാൻഡ് ചെയ്തതെന്നാണ് താങ്കൾ ഞങ്ങളോട് പറയുന്നത്? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, അവരങ്ങനെ 3 പേര് ഒരുമിച്ച് ചേർന്ന ലിസ്റ്റ് കൊടുത്താൽ പോലും അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. അതല്ല, ആ അധികാരത്തെക്കുറിച്ചല്ല ചോദിച്ചത്. അതിനപ്പുറത്ത് എന്ത് വിലയിരുത്തൽ നടത്തിയിട്ടാണ് ഹൈക്കമാൻഡിൻ്റെതായ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്നൊരു സംശയം, ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന ഒരു സംശയം ചോദിച്ചെന്ന് മാത്രം. അല്ല, ഇത് ഹൈക്കമാൻഡ് ലിസ്റ്റ് അനൗൺസ് ചെയ്തെങ്കിലും ഹൈക്കമാൻഡ് ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അഭിപ്രായങ്ങൾ എഴുതി വാങ്ങിക്കുകയും ചെയ്തതിനു ശേഷം ഹൈക്കമാൻഡിന് പല ഫീഡ്ബാക്കുകൾ ഉണ്ടല്ലോ. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിനെ ഒരുപാട് ആളുകൾ നിരന്തരം കാണുന്നുണ്ടല്ലോ. അവരെ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ മറ്റു 3 നേതാക്കന്മാർ ഒരുമിച്ച് കൊടുത്താൽ പോലും ഹൈക്കമാൻഡ് അത് തന്നെ എല്ലാം സ്വീകരിക്കണമെന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ശരി, നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിന്റെ ഘടനയെ വിലയിരുത്തുന്നത്? കൃഷിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇന്ന ദിവസം വരെ കേരളത്തിൽ ഒരു DCCക്കും ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടിക്കും ഈ വനിത വന്നിട്ടില്ല. നമ്മൾ പറയുമല്ലോ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്താണ് സണ്ണിക്കുട്ടി. സരസ്വതി കുഞ്ഞകൃഷ്ണൻ DCC പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്താണ്. ഇപ്പോഴൊന്നും അല്ല. പിന്നെ എം കമലവും ഉണ്ടായിരുന്നു കോൺഗ്രസ് പിളർന്നതിന് മുമ്പ്. അതൊക്കെ വളരെ പണ്ടാണ്. സമീപകാലത്തൊന്നും ആയിട്ടില്ല, ഒരാളും ആയിട്ടില്ല. കഴിവില്ലാത്തവർ ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അവസരം കൊടുത്തില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. സരസ്വതി കുഞ്ഞകൃഷ്ണൻ ഒന്നും DCC പ്രസിഡന്റ് ആയിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? വെറുതെ ഓരോന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് വളരെ വിപ്ലവകരമായിട്ടൊരു ലിസ്റ്റാണ്. ഇവരെല്ലാവരും തന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവരെല്ലാവരും തന്നെ 50 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. ഈ 14 DCC പ്രസിഡന്റുമാരെ ഒറ്റയടിക്ക് മാറ്റി എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ, 50 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു. അത് ചെറിയ കാര്യമല്ല. ഇത് ഹൈക്കമാൻഡ് ചെയ്തോ, രമേശ് ചെന്നിത്തല ചെയ്തോ, ഉമ്മൻചാണ്ടി ചെയ്തോ എന്നുള്ളത് അപ്രസക്തമാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ട് വെട്ടി നിർത്തിയിട്ടില്ല. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചിട്ടുള്ളത്. ഈ 14 പേരിൽ ഏതാണ്ട് 11 പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇവരെല്ലാവരും തന്നെ കഴിവുള്ളവരാണ്, പ്രാപ്തരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം DCC നോക്കുക. എത്രയോ കൊല്ലമായിട്ട് യാതൊരു പ്രവർത്തനവും നടക്കാതെ സംഘടനാപരമായ മുരടിപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ നിയമസഭയിലേക്ക് ജയിച്ചിട്ട് എത്ര കൊല്ലമായി? കൊല്ലത്ത് പ്രേമേന്ദ്രൻ മത്സരിച്ചാൽ പാർലമെന്റിലേക്ക് ജയിക്കും. കൊടിക്കുന്നിൽ കൊല്ലത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട മണ്ഡലത്തിൽ മത്സരിച്ചാൽ അദ്ദേഹവും ജയിക്കും. പക്ഷേ കൊല്ലത്ത് നിന്ന് ഒരൊറ്റ ആളും നിയമസഭയിലേക്ക് ജയിക്കില്ല. അതെന്തുകൊണ്ടാണ്? കോഴിക്കോട് DCC ഇവിടെ സിദ്ദിഖുണ്ടല്ലോ. സിദ്ദിഖ് ഒന്ന് പറയാമോ? ഏറ്റവും അവസാനം ഒരു കോൺഗ്രസ്സുകാരൻ എന്താ നിയമസഭയ്ക്ക് ജയിച്ചാൽ കോഴിക്കോട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ? ഇല്ല. അവിടെ സംഘടനാപരമായ ദൗർബല്യമാണ്, മുരടിപ്പാണ്, ജീർണതയാണ്. അതുകൊണ്ടാണ് ജയിക്കാത്തത്. ഏറ്റവും അവസാനം ജയിച്ച P. ശങ്കരനാണ്. ശങ്കറിന് ശേഷം ഒരാളും ജയിച്ചിട്ടില്ല. ലീഗുകാർ ജയിക്കും, ജനതാദളുകാർ ജയിക്കും, പക്ഷേ കോൺഗ്രസ്സുകാർ ജയിക്കില്ല. ഇത് വലിയൊരു ദുരവസ്ഥയല്ലേ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ചലനാത്മകമാക്കാൻ, ഊർജ്ജസ്വലമാക്കാൻ ഹൈക്കമാൻഡ് ചെയ്ത പ്രവൃത്തിയാണ്. ഹൈക്കമാൻഡ് ചെയ്തു, ലോ കമാൻഡ് ചെയ്തു എന്നുള്ള അപ്രസക്തമാണ്. ഇത് പൂച്ച കറുത്തതാണോ വെളുത്താണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല.
എലിയെ പിടിക്കോ ഇല്ലെന്ന് നോക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ എലിയെ പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഹൈക്കമാൻഡിനെയും അതിന് വേണ്ട ഒത്താശകൾ ചെയ്ത KPCC പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീമതി ബിന്ദു കൃഷ്ണയെ അഭിനന്ദിക്കുന്നു. കാരണം ഒരു വനിതാ DCC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു വനിതാ സെക്രട്ടറി അല്ലെങ്കിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. CPI ഉണ്ടായിട്ടില്ല, CPM ഉണ്ടായിട്ടില്ല, ഒരു ഏരിയ സെക്രട്ടറി പോലും ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കോൺഗ്രസ് ഒരു DCC പ്രസിഡന്റ് കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ പറയും AICC പ്രസിഡന്റ്